നമസ്കാരം. മനുഷ്യ മനസ്സ് വളരെ ചഞ്ചലമാണ്. അതുകൊണ്ട് തന്നെ അതിനെ കുരങ്ങ് മനസ്സ് എന്നാണ് പറയുക. അനുനിമിഷം ഒരു കുരങ്ങ് എങ്ങനെയാണോ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടുന്നത്, അതുപോലെ വിവിധ വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ചാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഭഗവത്ഗീതയിൽ ഉടനീളമുണ്ട്. അതിൽ പ്രത്യേകിച്ചും 6ാമത്തെ ചാപ്റ്റർ ധ്യാനയോഗത്തിൽ ഒരുപാട് ടെക്നിക്കുകൾ ഓരോ ശ്ലോകങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. അത് വെച്ച് നമ്മൾക്കിന്ന് തുടങ്ങാം. പിന്നീട് വരും ദിവസങ്ങളിൽ ഓരോ ശ്ലോകങ്ങളിലായിട്ട് നമ്മൾക്ക് എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാം എന്ന കാര്യം പറയാം. അതുകൊണ്ട് അത്തരം ടിപ്സിന് താല്പര്യമുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭഗവത്ഗീതയിലെ 6ാമത്തെ ചാപ്റ്ററിലെ 34ാമത്തെ ശ്ലോകം, 6ാമത്തെ ചാപ്റ്റർ ധ്യാനയോഗമാണ്. 34ാമത്തെ ശ്ലോകമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാദിബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അപ്പോൾ അർജുനൻ ഭഗവാനോട് പറയാണ്, അല്ലയോ ഭഗവാനെ, ഈ മനസ്സ് വളരെ ചഞ്ചലമാണ്, അത് വളരെ ബലവത്താണ്, അതിനെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ്. നമുക്കൊരു വലിയ കൊടുങ്കാറ്റിനെ നമുക്ക് തടഞ്ഞു നിർത്തണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്, നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വിവിധ വിഷയങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തടയാൻ, ഈ ചഞ്ചലമായ മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ ദുഷ്കരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മനസ്സിൻ്റെ നേച്ചറിനെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്ന ശ്ലോകം. തുടർന്ന് അടുത്ത ദിവസം ഇത് നിയന്ത്രിക്കാനുള്ള ടിപ്സുമായിട്ട് ഞാൻ വരും. എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.